തൃശ്ശൂരുകാരനാണല്ലോ. തൃശ്ശൂർ MP എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപിക്ക് ജനീഷ് എത്ര മാർക്ക് കൊടുക്കും? തൃശ്ശൂർ എനിക്ക് വേണം വേണം എന്ന് പറഞ്ഞ് കൊടുത്തു, എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് കൊടുക്കാതെന്നാൽ വലിയ പ്രയാസമാണ്, പുള്ളി വിലയിരുത്താൻ വലിയ പ്രയാസമാണ്. ഒരു പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പോഴും പുള്ളി പൊളിറ്റിക്സിനെ വേറൊരു രീതിയിലാണ് പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. വളരെ ഇമോഷണലായിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി സുരേഷ് ഗോപിയുടെ സ്ഥാനത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു വേറൊരു ജനപ്രതിനിധിയാണ് ഒരു മൈക്കിന് മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ചാനലിന് മുമ്പിൽ നിന്ന് പിന്നെ മറ്റേ മോനെ വിളിച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ. അപ്പോൾ സുരേഷ് ഗോപിക്ക് നമ്മളത് അനുഭവിച്ചു കൂടും. പിന്നെ അദ്ദേഹത്തിന് പലപ്പോഴും പറ്റുന്നൊരു പ്രശ്നം, അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് പേഴ്സണൽ സംസാരിക്കുമ്പോൾ വളരെ ഒക്കെയാണ് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയൊക്കെ തന്നെ. പക്ഷേ ക്യാമറ ഓണാക്കിയ പിന്നെ പെട്ടെന്ന് പുള്ളി ഭരചന്ദ്രൻ IPS ആവും. പിന്നെ ഈ ചാനൽ ക്യാമറ കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് രഞ്ജി പണിക്കർ കൂടി നിൽക്കുന്നുണ്ട് തോന്നുന്നൊരു കുഴപ്പമുണ്ട്. അപ്പോൾ വേഗം ഭരചന്ദ്രനാകുന്നു. അല്ലെങ്കിൽ പിന്നെ മറ്റേ എന്താണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതങ്ങളായ കഥാപാത്രങ്ങളെ പോലെയൊക്കെ സിനിമാറ്റിക് ആണ് പലപ്പോഴും. ഡയലോഗ്സ് എല്ലാം അത് പറയുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് പറയുന്നത്. ഒരു വട്ടം തൃശ്ശൂരിലൊരു ആളുകൾക്ക് അബദ്ധം പറ്റും. സാധാരണ തൃശ്ശൂർക്കാർക്ക് ഇച്ചിരി പിന്നെ പെട്ടെന്നൊന്നിനെ അംഗീകരിക്കാത്ത ആളുകളാണ്. പെട്ടെന്നൊന്നിനെ അംഗീകരിക്കില്ല, അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുള്ളതാണ് പൊതുവേ ഞങ്ങൾ തൃശ്ശൂരുള്ള എല്ലാ ആളുകളുടെ ഒരു സമീപനെങ്കിലും പറ്റിക്കപ്പെടും എന്നും കൂടി എല്ലാവരും കൂടി തിരിച്ചറിഞ്ഞൊരു ഇലക്ഷനായിരുന്നു അത്. അത് കഴിഞ്ഞു. ഇനി എന്തായാലും അത്തരത്തിലൊരു സംഗതി അവിടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും കണക്കാക്കാൻ വേണ്ടി പോലും സാധിക്കില്ല. സുരേഷ് ഗോപിക്ക് അങ്ങനെ മാർക്ക് കൊടുക്കാവുന്ന ഒരു സംവിധാനം ആയിട്ടില്ല. പുള്ളി ഒന്ന് എയിംസ് ഒക്കെ കൊണ്ടുവരട്ടെ, എന്നിട്ടൊക്കെ നമുക്ക് മാർക്ക് കൊടുക്കാം. പക്ഷേ എയിംസ് എത്ര ജില്ലയിൽ കൊണ്ടുവരും എന്നുള്ള കൺഫ്യൂഷൻ അതിന്റെ പ്രശ്നം അത് കൂടുതൽ ജില്ലയിൽ അദ്ദേഹത്തെ പ്രസംഗിപ്പിക്കാതിരുന്നാൽ ആ കൺഫ്യൂഷൻ. അദ്ദേഹം പ്രസംഗങ്ങളുടെ കൂടുതൽ ജില്ലയിൽ പോകുന്നതോറും അവിടെയൊക്കെ ഒരു എയിംസ് വെച്ചു അത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ തോന്നും ഇവിടെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നതിന്റെ പ്രശ്നമാണ്. അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് വന്നാൽ നേരെ തിരിഞ്ഞു ഇത് ഇവിടെയാണ് കൊടുക്കേണ്ടതെന്ന് തോന്നും. അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയുടെ അധ്വാനത്തിൻ്റെ ഭാഗമായി എയിംസ് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അത് ആ നാട്ടിലെ ജനങ്ങൾ അവിടെ ആഗ്രഹിക്കില്ലേ, അതിനാണല്ലോ വോട്ട് കൊടുത്തത്. തൃശ്ശൂരിലെ ആളുകളല്ലേ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചത്. അപ്പോൾ അവിടെയല്ലേ അത് കിട്ടേണ്ടത്, അവിടെ കിട്ടുന്നില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്, ഞാൻ എവിടെ നിന്ന് വരുന്നതനുസരിച്ചിട്ട് എന്നോട് ചോദിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജനപ്രതിനിധി സ്റ്റാൻഡ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും പെട്ടുപോകും. ഇപ്പോൾ ആൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ചായ പറ്റി ചോദിക്കണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ വന്ന് നമ്മൾ പെട്ടുപോകും.